റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില അമലുകൾക്ക് കൊടുക്കുന്ന അജറിനെ, അതിന് പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ മക്സദ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. പ്രതിഫലങ്ങൾ നമ്മൾ ഹദീസിലൊക്കെ എത്രയോ പ്രതിഫല വിശ്വാസങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ പ്രതിഫലങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതൊക്കെ എന്നല്ല അവർ ചിന്തിച്ച്. ഈ പ്രതിഫലം എന്തിനാണ് വിശ്വാസങ്ങൾ പറയുന്നത്, അതിൻ്റെ മക്സദ് എന്തായിരിക്കും എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. അത് മനസ്സിലായി അവർക്ക്. വാന്നഹു മാ ദക്കറ മാ റത്തബഹുല്ലാഹു അലൽ അമലി ഇല്ലാ തൻശീതൻ ലിഹിമമിഹിം. അവര് അല്ലാഹു തആല ഒരു അമലിന്റെ മർത്തബയും അതിന് കൊടുക്കുന്ന പ്രതിഫലവും വെളിവാക്കിയിട്ടില്ല, അത് കൊണ്ട് ഒരു പ്രോത്സാഹനം ഉദ്ദേശിച്ചിട്ടല്ലാതെ. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? അത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. രാവിലെയും വൈകുന്നേരം ഈ ദിക്ർ ചെല്ലുക, ഇന്ന കാര്യങ്ങളൊക്കെ, സ്വർഗത്തിൽ ഇന്ന സംഭവങ്ങൾ ഉണ്ടാവും, അവിടെ ഇങ്ങനെ വീട് വെക്കപ്പെടും, അവിടെ എത്ര ഹൂറികൾ ഉണ്ടാവും, അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതുകൊണ്ട് അത് കിട്ടാനാണോ ഇത് ചെയ്യേണ്ടത്? എല്ലാം അവർക്ക് മനസ്സിലായി. പകരം എന്താണ് ഇതൊക്കെ പറഞ്ഞ എന്തിനാണ്? ഇതൊന്ന് ഈ അമലിനെ പ്രോത്സാഹിപ്പിക്കാനാണ്. നമ്മളിപ്പം സലാത്തുൽ ഫാത്തിഹിന്റെ പ്രതിഫലങ്ങളൊക്കെ ഇപ്പോൾ കേൾക്കാറുണ്ട് അല്ലേ? ഓരോ അമലുകളുടെ പ്രതിഫലങ്ങളും കേൾക്കാറുണ്ട്. സംഭവമൊക്കെ ശരി, പ്രതിഫലങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്, ഇല്ല എന്നല്ല പറയേണ്ടത്. പക്ഷെ ആ പ്രതിഫലം പറഞ്ഞത് എന്തിനാ? അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാനാണ്. അതിലേക്ക് കൂടുതൽ നമ്മൾ ഉത്സാഹം കാണിക്കാനാണ്. അല്ലാതെ ആ പ്രതിഫലം കാംക്ഷിച്ച് അതിലിങ്ങനെ കെട്ടിമറിയാനല്ല. അതല്ല യഥാർത്ഥ ആരിഫിന്റെ അവസ്ഥ. അതാണ് ഇതിലേക്ക് സൂചന നൽകുന്നത്. സഹാബാക്കളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അതുണ്ടായപ്പോൾ അവരെങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞിരുന്നത് എന്തിനാണ്? നമുക്കും അതുപോലെയാണെന്ന് മനസ്സിലാക്കിയത്. പിന്നീട് ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുന്നുണ്ട്, ഞാൻ സൂചന നൽകിയെന്ന് മാത്രം. എങ്ങനെ അബീദ്, എന്തിനാണ് അള്ളാഹു അങ്ങനെയൊക്കെ ചെയ്തത്? അള്ളാഹിന്റെ ഹക്കിന്, അവന്റെ അടിമയോടുള്ള ഒരു കെയർ കാണിക്കാൻ വേണ്ടി. ഹൈസു ഹലക്കൽ അമല വനസബഹൂലഹും. എന്നിട്ട് എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ ഈ അമലുണ്ടാക്കിയത് ആരാ? ഇതാണ് രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ്.